ഓണം മുസ്ലിങ്ങളിലേക്ക് കടന്നു കൂടിയ ഒരു രൂപമാണ് കേട്ടോ. അപ്പൊ ആദ്യമേ പറയുന്നത് ഇതൊക്കെ പറഞ്ഞ ആൾക്കാര് വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുക. ഏതായാലും നമുക്ക് അറിയാം, ഒരു 50 വയസ്സുള്ള ഒരാൾക്ക് എന്തായാലും അയാളൊരു 10 വയസ്സുള്ള സമയത്ത് നമ്മുടെ നാട്ടില് സാധാരണ ഇതര മതസ്ഥര് പൂ പറിക്കാൻ പോകുന്നുണ്ടും അതുപോലെ മുറ്റത്ത് പൂക്കളിടുണ്ടും ഉള്ളൊരു കാഴ്ച മാത്രമേ ഓണത്തെ കുറിച്ച് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുള്ളൂ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച്. പിന്നെ അതിങ്ങനെ പോന്ന് ഏകദേശം ഒരു 990 കാലഘട്ടത്തിലേക്കാണ് ഈ ഓണത്തോടനുബന്ധിച്ച് തീറ്റ മത്സരങ്ങൾ വരല്. ഏകദേശം അതേ സമയങ്ങളിലൊക്കെ തന്നെയാണ് ഈ സർക്കാരിന്റെ ഒരു ഇതൊക്കെ വരേണ്ടത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട ചില സംഗതികളും കാര്യങ്ങളും ഒക്കെ സർക്കാരുമായി ബന്ധപ്പെട്ടും കൂടുതലായിട്ടും വരേണ്ടൊക്കെ ഏകദേശം ആ സമയങ്ങളിലാണ്. അങ്ങനെ ആ തീറ്റ മത്സരമൊക്കെ ചില സ്ഥലങ്ങളിൽ, അപൂർവ സ്ഥലങ്ങളിൽ ഒക്കെ നടക്കും. പിന്നെ ഏകദേശം 95-2000 ഒക്കെ ആയപ്പോ തീറ്റ മത്സരം, വടംവലി, അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു 1-2 പ്രോഗ്രാമുകളും ചില ഭാഗങ്ങളിൽ വിപുലമായ പരിപാടികളൊക്കെ നടന്നു തുടങ്ങി. ഏകദേശം മലപ്പുറത്തൊക്കെ ഏകദേശം ഈ ഒരു 95-2000 സമയത്താണ് ഈ ഓണത്തോടനുബന്ധിച്ച് വടംവലിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അത് ഏകദേശം ഒരു 2000 ആയപ്പോ ഈ ക്ലബ്ബുകൾ ഏറ്റെടുത്തു. അപ്പൊ ക്ലബ്ബുകൾ ഏറ്റെടുത്തപ്പോഴാണ് ഈ മിഠായി പെറുക്കല്, ബലൂൺ പൊട്ടിക്കല്, ചാക്കിലോട്ടം, അങ്ങനെ മറ്റേ സൈക്കിള് റേസിങ്, സ്പൂണില് ഓട്ടിട്ടാണ്ടുള്ള അങ്ങനെ കുറെ പരിപാടികളും. അപ്പൊ അതൊരു ജനകീയമായിട്ട് ഒരു സംഗതിയായിട്ട് മാറി. കുട്ടികള് ഏറ്റെടുത്തു. ഏകദേശം അതങ്ങനെ ആ ഒരു ടൈമിൽ തന്നെയാണ് ഇതിനെതിരെ മുസ്ലിയാക്കന്മാരുടെ വായല് ഒരു ഭാഗത്ത്, അതായത് പണ്ഡിതന്മാര്, ഇസ്ലാമിക പണ്ഡിതന്മാര് ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങി. അപ്പൊക്കെ പലർക്കും തോന്നി ഇതിപ്പോ എന്താ പ്രശ്നം, ഒരു കുട്ടികൾ 4 ബലൂൺ പൊട്ടിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നം. അതേ ഒരു സമയത്ത് തന്നെയാണ് ഈ നബിദിന റാലിക്ക് സ്വീകരണം എന്ന് പറഞ്ഞാണ്ട് നാടുകളിലൊക്കെ ഒരു പ്രോഗ്രാം വെക്കും. അതിൽ എല്ലാ സമൂഹങ്ങളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും കൂടിക്കാണ്ട് ഫ്രൂട്ട് സലാഡും കാര്യങ്ങളൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അത് ഒരു അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേത് ഒന്നുകൊണ്ട് ചെയ്തുവിടാനുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങി. അതേ സമയത്ത് പിന്നെ ഇങ്ങനെ അത് ഇതായി സ്കൂളുകളിലൊക്കെ പൂക്കള മത്സരങ്ങളായി. അപ്പൊ പൂക്കള മത്സരങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കൽ തുടങ്ങി. സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല എന്നുള്ള തോന്നലുണ്ടായി. പക്ഷെ അതിന് പിന്നെ ഡ്രസ് കോഡ് വന്നു. ഡ്രസ് കോഡ് വന്നപ്പോ അത് എന്തായാലും പറയാ, അടുത്ത കൊല്ലം അടുത്ത തലമുറ അത് ആഘോഷിക്കൽ ഒരു നിർബന്ധിതാവസ്ഥയ്ക്ക് എത്തി അങ്ങനെ പോയി ഇപ്പം ഇതാ അവസാനം എത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് സ്കൂളില് ഡാൻസുകള്. ഈ പ്രാവശ്യത്തെ റീൽസുകളൊക്കെ കണ്ടല്ലോ, കാണാത്തവരായിട്ട് ചുരുക്ക ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് ചെയ്യാത്തവരെന്താവും, ബുദ്ധികളും വർഗീയവാദികളാകുന്ന ഒരു രൂപം വന്നു. അപ്പൊ നമ്മളൊക്കെ ഈ പരിപാടി സംഘടിപ്പിക്കുകയും നടത്തുകയും ചെയ്ത ആളുകളായിരുന്നു. അപ്പോ പിന്നെ അതിന്റെ ഇസ്ലാമിക വശങ്ങളൊക്കെ പലരും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി വന്നപ്പോ പിൻവാങ്ങിയതാണ്. എന്ന് മാത്രല്ല, ഈ ഒരു പ്രശ്നം നമ്മളൊക്കെ നടത്തുന്ന സമയം ഇത് നടത്താത്ത ആളുകൾ എന്താണ്, ഒരു തീവ്ര ചിന്തയുള്ള ആളുകൾ എന്നുള്ള ഒരു ഇത് വരികയും, പിന്നെ സ്വന്തം മതത്തിലല്ലാത്ത ഒരു പ്രോഗ്രാം അത് നടത്താത്തതിന്റെ പേരിൽ ഒരാളെ തീവ്രവാദി അല്ലെങ്കിൽ ഒരു തീവ്രത ഉള്ള ആള് എന്ന് ആക്ഷേപിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളൊരു മനസ്സിക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇതിന്നൊക്കെ പിൻവാങ്ങിയത്. അല്ലാതെ ഇതര സമൂഹത്തോട് വെറുപ്പോ വിദ്വേഷം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ സ്ഥലത്ത് ഇനിയിപ്പോ പൂക്കളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും പറിച്ചുണ്ടാവാം എന്നുള്ളൊരു നിലപാടാണ് നമുക്കുള്ളത്. അല്ലാതെ ഇപ്പൊ ഓണം അങ്ങനെ നശിച്ചു പോകണം അല്ലെ അങ്ങനത്തെ ചിന്താഗതി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊരു എല്ലാവർക്കും അറിയാം. അപ്പം നബിദിനം തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തർക്കമാണ്, നടത്തണ്ടുള്ളത്, പല വിഭാഗങ്ങളായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ഓണത്തിന്റെ മുസ്ലിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനപരമായിട്ട് യാതൊരു സംഗതി ഇല്ലാത്തൊരു സംഭവമാണ് ഓണം. അത് എല്ലാവർക്കും അറിയേണ്ടതാണ്. അപ്പൊ അതൊരു എന്താണ് പറയാ, നടത്താത്തവര് പേരിൽ അത് കെട്ടിവെക്കണ രൂപത്തില് ഉള്ള സംഗതികൾ ഇപ്പൊ സർക്കാർ തലത്തിലായാലും എവിടെയും എല്ലായിടത്തും ഉണ്ട്. വന്ദാമാതരത്തിനൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് ഈ ഓണപരിപാടിന്റെ ഇതറിയില്ല. കാരണം അതിന്റെ ഐതിഹ്യം, ചരിത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഹിന്ദു സഹോദരങ്ങൾ അവരെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട ഇതാണ്. അതിപ്പോ നിർബന്ധാവസ്ഥയിൽ മുസ്ലിങ്ങൾക്ക് ആഘോഷിക്കാറുള്ള ഒരു പ്രയാസം തന്നെയാണ്. വേണമെങ്കിൽ ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് എല്ലാ മുസ്ലിങ്ങളും ആഘോഷിക്കുന്നുണ്ട്. കാരണം ഒരു ഇന്ത്യയുടെ ഇതാണ്, അതിൽ മതപരമായിട്ട് വേറെ ഒന്നും കലർത്തുന്നില്ല. വേണമെങ്കിൽ ഇപ്പൊ കേരള പിറവി ദിനം അതൊക്കെ ഒരു ആഘോഷങ്ങളും കുറെ വലവും പൊട്ടിക്കൽ അതൊക്കെ ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിലൊന്നും ആരും എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇതില് ആണ് മതപരമായിട്ടൊരു ചടങ്ങിനെ മറ്റുള്ളവർക്ക് കടന്നുകൂടുമ്പോഴുള്ള ഒരു വിഷയങ്ങളാണ്
ഈ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇതിപ്പോഴും ഇങ്ങനെ നാട്ടിൽ നടന്നു പോണ്. ഒരു ഭാഗത്ത് മോലേരുമാരെ പ്രസംഗങ്ങൾ, ഒരു മറ്റൊരു ഭാഗത്ത് പോണ്, അവരെ പരിഹസിക്കപ്പെടുകയാണ്. അതാണ് ഇപ്പൊ നാട്ടിലുള്ള ഒരു അവസ്ഥ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.